ഇങ്ങനെ മുഹമ്മദിന് ആയത്ത് വരാൻ വൈകിയത് കൊണ്ട് അസ്വസ്ഥനായി ബേജാറായി മുഹമ്മദിനെ അവിടെ ഉണ്ടായിരുന്ന കുറേശികൾ പെണ്ണുങ്ങളടക്കം ഓൻ്റെ ചെകുത്താൻ തെറ്റിപ്പോയി, ഓൻ്റെ പടച്ചോൻ തെറ്റിപ്പോയി, പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഒക്കെ ചെയ്തു. ആ കളിയാക്കൽ കേൾക്കുകയും ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി പറയാൻ മറുപടി കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് കൂടുതൽ ബേജാറാവുകയും അസ്വസ്ഥനാവുകയും ചെയ്ത് കിടപ്പിലാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഖദീജയുടെ ആശ്വാസവചനങ്ങൾ കേട്ട് ലേശം ഒരു സമാധാനം കിട്ടിയ സമയത്ത് മുഹമ്മദ് ഉരുട്ടിക്കൂട്ടി ഇറക്കിയ ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മുഹമ്മദിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഈ ആയത്തിറക്കൽ യന്ത്രം പ്രവർത്തിച്ചിരുന്നതെല്ലാം മുഹമ്മദിൻ്റെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും അതോടൊപ്പം മുഹമ്മദിൻ്റെ മനസ്സിൽ ദീർഘകാലമായി അള്ളിപ്പിടിച്ച് കിടന്നിരുന്ന അപകർഷതാബോധവുമാണ് എന്ന് ഇവിടെ വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താണ് അപകർഷതാബോധം? ഒന്ന്, താൻ അനാഥനായി ജനിച്ചു എന്നതിൻ്റെ അപകർഷതാബോധം. രണ്ട്, തന്നെ ആരും പരിഗണിക്കുന്നില്ല, താൻ അവഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ അപകർഷതാബോധം. മൂന്ന്, ദരിദ്രനായി ജനിച്ചു എന്നതിൻ്റെ അപകർഷതാബോധം. ഈ മൂന്ന് അപകർഷതാബോധവും കൂടെ ഉള്ളിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയും തൻ്റെ സമൂഹത്തിൽ, തൻ്റെ ഗോത്രത്തിലും തൻ്റെ കുടുംബത്തിലും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രമാണിമാരും സമ്പന്നരുമായിട്ടുള്ള ആളുകൾ, വളരെയധികം സ്വാധീനമുള്ള ആളുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. അവരൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. താൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കാൻ തുടങ്ങിയപ്പോഴും അവരെല്ലാവരും കൂടെ തന്നെ കളിയാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വന്നപ്പോൾ അപകർഷതാബോധവും നിരാശയും മാത്രമല്ല, അവരോട് കടുത്ത പകയും സ്വാഭാവികമായിട്ടും മുഹമ്മദിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. ആ പകയാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അബൂ ലഹബിനെ എന്ന മൂത്താപ്പാനെ ചീത്ത പറയുന്നു, മൂത്തമ്മാനെ തെറി വിളിക്കുന്നു. അതുപോലെ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന പ്രമാണിയെ, നിനക്ക് കുറേ സ്വത്തുണ്ട്, നിനക്ക് കുറേ മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു, തന്തയില്ലാത്തവെന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നു. അപ്പോൾ ഈ മക്കളുണ്ടാവുക, സ്വത്തുണ്ടാവുക, പ്രമാണിയാവുക, നാട്ടിൽ സ്വാധീനം ഉണ്ടാവുക എന്നതൊക്കെയാണ് മുഹമ്മദിനെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരുന്നത്. കാരണം മറ്റുള്ള ആളുകൾ കൂടുതൽ പരിഗണിക്കപ്പെടുന്ന, കൂടുതൽ സ്വാധീനമുള്ള, കൂടുതൽ സമ്പത്തും മക്കളും ഒക്കെയുള്ള ആളുകളായിരിക്കെ താൻ ഇതൊന്നുമില്ലാത്ത ഒരു ദരിദ്രനായി അവഗണിക്കപ്പെടുന്നതിലുള്ള മുഹമ്മദിൻ്റെ മനസ്സിലെ അപകർഷതാബോധമാണ് മുഹമ്മദിനെ ഇത്തരത്തിൽ അവരോടൊക്കെ വിദ്വേഷജനകമായിട്ടുള്ള വാക്യങ്ങൾ ഉരുവിടാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ മുഹമ്മദിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അസൂയ, വെറുപ്പ്, വിദ്വേഷം, അപകർഷതാബോധം ഇതെല്ലാം കൂടി തട്ടി ഉരുട്ടിയിട്ടാണ് മുഹമ്മദിന് ഈ പ്രവാചകത്വം എന്ന ആശയം വരുന്നത്. ആ പ്രവാചകത്വം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിൻ്റെ മനസ്സിൽ തന്നെ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരുന്ന ആശയങ്ങളാണ് ഈ കൊച്ചു കവിതകളുടെ രൂപത്തിൽ ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം മഹാപൊള്ളയായിരുന്നത് കൊണ്ടും അതിനകത്ത് യാതൊരു കഴമ്പുമില്ലാതിരുന്നതുകൊണ്ടും അതെല്ലാം കേട്ടും കണ്ടും പരിചയമുള്ള പൂർവീകരുടെ കെട്ടുകഥകളായതുകൊണ്ടും മക്കക്കാർ മുഹമ്മദിനെ അവഗണിച്ച് തള്ളുകയാണ് ഉണ്ടായത്. അതോടുകൂടി മുഹമ്മദിന് കൂടുതൽ വിദ്വേഷവും കൂടുതൽ മാനസിക അസ്വാസ്ഥ്യവും ഉണ്ടായി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് മുഹമ്മദ് സ്വയം ആശ്വസിക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ ആശ്വസിപ്പിക്കുന്നതായി കരുതിക്കൊണ്ട് ഈ വാക്യങ്ങളെല്ലാം ഉരുവിടുന്നത്. ഇതാണ് ഈ ഖുർആൻ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി.